ഹലോ ഗായ്സ്, അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന നമ്മുടെ L2 എംബ്രാൻഡ് ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇതിന് ഒരിക്കലും ഒരു പ്രൊഫഷണൽ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഓഫറിന് ശേഷം ഒരു 5 ഇയേഴ്സിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ L2 എംബ്രാൻഡ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഒരുപാട് ട്രെയിലേഴ്സ് കൊണ്ടും അതാണ് ഒരുപാട് ഹൈപ്പ് സൃഷ്ടിച്ചാണല്ലേ നമ്മുടെ L2 എംബ്രാൻഡ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അപ്പം എന്നെ പോലെ തന്നെ ഓരോ പ്രേക്ഷകരുടെയും ആ ഒരു എക്സ്പെക്ടേഷനെ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പിന് അനുസരിച്ചുള്ള ഒരു എക്സ്പെക്ടേഷനെ ഈ ഒരു ഫിലിമിന് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയുള്ള റിവ്യൂ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫിലിമിന്റെ റിവ്യൂസ് അല്ല എല്ലായിടത്തും കേൾക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിനെ ഏറ്റെടുത്തവര് പറയുന്ന ഒരു റിവ്യൂ എന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുന്നത്. ഫിലിമിനെ നെഗറ്റീവായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു ഫിലിമിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നതൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. ഫിലിം തിയേറ്ററുകളിലേക്ക് എത്തും ഒരു നടന്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഒരു ഡയറക്ടറിന്റെ മാത്രമല്ല, അതിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ എഫേർട്ട്, അതേപോലെ തന്നെ അവരുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആണല്ലോ ഒരു ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫിലിമിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഒരു എഫേർട്ടിനാണല്ലോ ഒരു വിലയില്ലാതായി പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിമിന്റെ ഒരു പോസിറ്റീവ് സൈഡും, ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫിലിമിന് ഒരുപാട് ഡ്രോബാക്സും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പം ഈ ഒരു ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റിവ്യൂ എന്താണെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ്സ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഓരോ ആക്ഷൻ സീനുകളിലും ഒക്കെ ശരിക്കും നമുക്കൊരു രോമാഞ്ചം കൊള്ളുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ സീനുകളാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയുടെ ഒരു റേഞ്ചിനെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമം നമുക്ക് ഈ ഒരു സിനിമയിൽ, ഞാൻ എന്റെ ഡീകോഡിംഗ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു ലൂസിഫർ എന്നൊരു ഫിലിമിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയായിരിക്കും നമ്മുടെ L2 എമ്പുരാൻ എന്നൊരു കാര്യം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്റെ ആ ഒരു ഒപ്പീനിയനെ ഞാൻ ഇപ്പോൾ തിരുത്തുകയാണ്. ലൂസിഫറിന്റെ മുകളിൽ എന്നല്ല, ഒരു ലൂസിഫറിന്റെ ഒപ്പം എത്താൻ പോലും ഈ ഒരു L2 എമ്പുരാന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു ഫിലിം നമുക്ക് തന്ന ഒരു ഹൈപ്പിൽ നിന്ന് നമുക്കുണ്ടായ ഒരു എക്സ്പെക്ടേഷനെ ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഫിലിം നമ്മൾ കാണാൻ തിയേറ്ററുകളിലേക്ക് പോകാവുള്ളൂ. കാരണം നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയാൽ നമുക്ക് ഈ ഒരു ഫിലിം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ് ഈ ഒരു ഫിലിം കാണാൻ പോയത്. നമ്മുടെ ഒരു എക്സ്പെക്ടേഷനെ ഒരിക്കലും മീറ്റ് ചെയ്യാൻ ഈ ഒരു ഫിലിമിന് സാധിക്കില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ഫിലിമിന് വളരെ അനാവശ്യമായ രീതിയിലുള്ള ഒരു ഹൈപ്പാണ് നൽകിയത് എന്ന് തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പാൻ ഇന്ത്യ ലെവലിലേക്കുള്ള സിനിമ എന്ന് ഒരിക്കലും എനിക്ക് ഈ ഒരു ഫിലിമിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ഒരു ട്രൈ അവർ നടത്തിയിട്ടുണ്ട്. ഈ ഒരു അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ഫിലിമിന്റെ നെയിം തന്നെയാണ് L2 എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു നെയിം. ശരിക്കും ഈ ഒരു ഫിലിമിന് ഒട്ടും യോജിക്കുന്നതല്ല. കാരണം L2 എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് തന്നെയാണല്ലേ. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡ് അലോൺ മൂവി തന്നെയാണ്. ലൂസിഫർ കാണാത്ത ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ ഒരു ഫിലിം കാണാൻ സാധിക്കും. കാരണം ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ പറയുന്നത് ഒരു ബിലോ ആവറേജ് സ്റ്റോറി തന്നെയാണ്. എന്നാൽ ഈ ഒരു ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു L2 എമ്പുരാനിൽ കാണാൻ സാധിക്കില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച ലൂസിഫറിന്റെ ലാസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ട് നമ്മൾക്ക് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അബ്രാം ഖുറേഷിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അബ്രാം ഖുറേഷി മെനഞ്ഞെടുത്ത ഒരു സാമ്രാജ്യത്തെ കുറിച്ചൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമയിൽ പ്രതീക്ഷിച്ചത്. അങ്ങനത്തെ ഒരു ഹൈപ്പാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയാണ് എല്ലാ പ്രേക്ഷകരിലേക്കും അവർ ആ ഒരു ലൂസിഫറിന്റെ എൻഡ് പാർട്ടിലൂടെ എറിഞ്ഞു തന്നത്. എന്നാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് നമുക്ക് ഈ ഒരു L2 എമ്പുരാനിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പൃഥ്വിരാജ് പറയുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയ ഫിലിമിൽ ഒരുപാട് സ്റ്റോറീസ് ആണ് ഇവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറീസ് ഒന്നും തന്നെ പ്രേക്ഷകർക്ക് കണക്ട് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ഫിലിമിൽ. അവര് അതേപോലെ നമ്മുടെ ലൂസിഫറിൽ നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഉണ്ടാക്കാൻ സാധിച്ച ആ ഒരു ഇമ്പാക്ട് ഈ ഒരു ഫിലിമിൽ നമ്മുടെ അബ്രാം ഖുറേഷിക്ക് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മളെയൊക്കെ മലയാളികൾക്ക് മലയാള ഫിലിം എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. മലയാള ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെയിൻ നായകൻ അല്ലെങ്കിൽ ആ ഒരു നായകന്റെ ആക്ഷൻ സീനുകളും അല്ലെങ്കിൽ അവരുടെ കുറെ ഡയലോഗുകളും അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറിയും ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്കാണ് പൃഥ്വിരാജ് ഈ ഒരു ഫിലിമിനെ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, ഈ ഒരു ഫിലിമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു മലയാളം ഫിലിം എന്ന് പറയുന്നത് കണ്ടന്റ് വൈസ് പറയുകയാണെങ്കിൽ എന്നും നമ്മുടെ മലയാളം ഫിലിം ഒരുപാട് മുന്നിൽ തന്നെയാണ്. എന്നാൽ മേക്കിംഗ് വൈസും കൂടെ ആ ഒരു ഫിലിമിനെ നമ്മുടെ മലയാള ഫിലിമിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു പൃഥ്വിരാജിന്റെ ശ്രമമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിലിമിനെ കാണാം.
ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ഫിലിമിന് കിട്ടിയ ഒരു അനാവശ്യമായ ഒരു ഹൈപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈപ്പ് കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫിലിം എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുമായിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇവർ നൽകിയ ഒരു അനാവശ്യ ഹൈപ്പ് കൊണ്ടാണ് ഈ ഒരു ഫിലിമിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആളുകൾക്ക് വന്നതും അതേപോലെ തന്നെ ആ ഒരു എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയതും. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് തന്നെ പറയാം. ഏതൊരു ഫിലിം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് ആ ഒരു ടീം ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ എംപുരാൻ ടീം ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരുപക്ഷെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫിലിമിന് ഇത്രയും ഹൈപ്പ് അവർ കൊടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ആവറേജ് ലെവലുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. കാരണം ഈ ഒരു ഫിലിമിന് ഒരു സ്റ്റാൻഡ് എലോൺ മൂവി എന്ന നിലയിൽ എംപുരാൻ എന്ന നിലയിൽ ഈ ഒരു ഫിലിം വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ആളുകൾ ഒന്നും കൂടെ ഏറ്റെടുക്കുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ ഇനി ഈ ഒരു ഫിലിമിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ കുഞ്ഞുനാളുകൾ എന്റെയൊക്കെ മനസ്സിൽ കുഞ്ഞുനാളുകൾ മുതൽ നമ്മുടെയൊക്കെ മലയാള സിനിമയുടെ താരരാജാവ് എന്നൊരു പദവി അലങ്കരിച്ച രണ്ട് പേരാണ് അല്ലെ, മോഹൻലാലും മമ്മൂട്ടി. അതിൽ മോഹൻലാൽ എന്നൊരു വ്യക്തിയുടെ ഒരു അഭിനയ മികവിനെ കുറിച്ചാണ് ഈ ഒരു ഫിലിമിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലൂസിഫർ എന്ന ഫിലിമിൽ നമ്മളുടെയൊക്കെ മുമ്പിൽ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് അഭിനയിച്ച് തകർത്ത ഒരു വ്യക്തിയാണല്ലേ നമ്മുടെ ലാലേട്ടൻ. എന്നാൽ ഈ ഒരു അബ്രാം ഖുറേഷിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിൽ മോഹൻലാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഉണ്ടാക്കാൻ സാധിച്ച ആ ഒരു ഇമ്പാക്ട് ഈ ഒരു ഫിലിമിൽ നമുക്ക് നമ്മുടെ മോഹൻലാലിന് ആ ഒരു അബ്രാം ഖുറേഷിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളേക്കൊന്ന് പിടിച്ചു നിർത്താൻ മനസ്സിലൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ ഈ ഒരു ഫിലിമിലൂടെ മോഹൻലാലിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിനെ കുറിച്ചാണ്. ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു മലയാളം ഫിലിമിനെ ഹോളിവുഡ് ലെവലിലേക്ക് മാറ്റാൻ ഒരു മലയാളം ആക്ടറിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. നമ്മൾ പോലുള്ള ഒരു ഫിലിമിൽ നമ്മുടെ വിജയുടെ ഒരു രംഗമുണ്ട്, ശരിക്കും ഒരു ജെറ്റിൽ ചെന്നിട്ട് നമ്മുടെ ഒരു തീവ്രവാദിയെ തട്ടിക്കൊണ്ട് പോകുന്ന രംഗം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു ഫിലിമാണ്. ഓരോ ആക്ഷൻ സീനുകളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു ഫിലിമാണ് നമ്മളുടെ ഈ ഒരു L2 എംബ്രാൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് തന്നെയാണ്. നമ്മുടെ ഒരു മഞ്ജു വാര്യരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ലൂസിഫറിൽ നിന്ന് വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു മഞ്ജു വാര്യർ എന്ന ഒരു നടിക്ക് ഈ ഒരു ഫിലിമിൽ കിട്ടിയിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ഒരു എന്താ പറയാ, നമുക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഫിലിമിൽ ഈ ഒരു L2 എംബ്രാനിൽ നമ്മുടെ മഞ്ജു വാര്യർക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും നമ്മളുടെ ടൊവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിലൊക്കെ തന്നെ ഇന്ദ്രജിത്ത്, അതേപോലെ തന്നെ നമ്മുടെ ബൈജു, സുരാജ് വെഞ്ഞാറമൂട്, നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ, ഇവരൊക്കെ ശരിക്കും അവർക്ക് കിട്ടിയ ആ ഒരു സീൻ എല്ലാം തന്നെ അവരുടെ ഒരു 100% തന്നെ കൊടുത്തു എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫിലിമിൽ പറയാൻ സാധിക്കും. എന്താണെങ്കിലും നമ്മളുടെ പൃഥ്വിരാജ് ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പൊ ഈ ഒരു ചെറിയ സിനിമയിൽ ഒരുപാട് സ്റ്റോറീസ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച ഒരു അപാകത ആവാം ഈ ഒരു ഫിലിമിന് സംഭവിച്ചിരിക്കുന്നതും. അതേപോലെ നമുക്ക് ഒരു കണക്ഷൻ കിട്ടാതെ പോയതും അത് തന്നെ ആവാം. അതേപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു L2 എംബ്രാന്റെ ലാസ്റ്റ് സീനിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു L3 എന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാം പ്രതീക്ഷ പോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് ഒരു അബ്രാം ഖുറേഷിലേക്കുള്ള ഒരു ജേർണി തന്നെ ആയിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തേർഡ് പാർട്ടും കൂടെ ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് ഒരു കണക്ഷൻ നമുക്ക് കിട്ടാതെ പോയ ഒരു കണക്ഷൻ ഒരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും നമുക്കൊരു L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. L3 ഒരു ഫിലിം നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.